പിന്നെന്താ നമ്മുടെ ചുഴലിക്കാറ്റ് അത് ഫെങ്കലെന്നും ഫെയ്ഞ്ചലെന്നും പരാമർശിക്കുന്നുണ്ട്. സത്യം. എന്തായാലും അതിന്റെ ഒരു തുലാമഴയിലെ കുറവ് പരിഹരിച്ചു എന്നാണ് പറയുന്നത് ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ്. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിൽ കര തൊട്ടതിന് പിന്നാലെ സംസ്ഥാനത്ത് പരക്കെ ലഭിച്ച ശക്തമായ മഴ തുലാവർഷത്തിന്റെ കുറവ് പരിഹരിച്ചു. നവംബർ 30 രാവിലെ 23% മഴ കുറവ്. ഇന്നലെ രാവിലെ രേഖപ്പെടുത്തിയ കണക്ക് പ്രകാരം ഇത് 3% കുറഞ്ഞു. എറണാകുളം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും സീസണിൽ ഇതുവരെ ഭേദപ്പെട്ട മഴ ലഭിക്കുകയും ചെയ്തു. അപ്പം നമുക്ക് കിട്ടേണ്ട തുലാവർഷം അത് കുറഞ്ഞതിന്റെ തുലാമഴയിലെ കുറവ് ഈ ഇതുകൊണ്ട് പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതിനകത്തും ഉണ്ട് പ്രശ്നങ്ങൾ. ഒരുപാട് പേര് വെള്ളത്തിലാണ്. നമ്മള് കോട്ടയത്ത് തന്നെ നല്ല രീതിയിൽ മഴ പെയ്തിരുന്നു 2-3 ദിവസം. ചങ്ങനാശ്ശേരി നല്ല മഴയായിരുന്നു. അപ്പോൾ അങ്ങനെ അത് പരിഹരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 3 ദിവസത്തിനിടെ 10.50 സെന്റിമീറ്റർ മഴയാണ് സംസ്ഥാനത്ത് ശരാശരി ലഭിച്ചത്. ഒക്ടോബർ 1 മുതൽ ഇന്നലെ രാവിലെ വരെ 45.19 സെന്റിമീറ്റർ മഴ ലഭിച്ചു. 46.67 സെന്റിമീറ്റർ ലഭിക്കേണ്ട സ്ഥാനത്താണിത്. 46. അപ്പം 6 കിട്ടേണ്ട സ്ഥാനത്താണ് അത് കിട്ടിയിരിക്കുന്നത്. ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ. കോഴിക്കോട് 35% മഴ കൂടിയപ്പോൾ കൊല്ലത്തും എറണാകുളത്തും യഥാക്രമം 31-26% വീതം കുറഞ്ഞു. വടക്കിഴക്കൻ മൺസൂണിൽ 23 ദിവസമാണ് സംസ്ഥാനത്താകെ ശരാശരിയിൽ കൂടുതൽ മഴ കിട്ടിയത്. നവംബർ 30 മുതൽ ഡിസംബർ 3 വരെയാണ് ഫെയ്ഞ്ചലിന്റെ ഭാഗമായുള്ള മഴ കിട്ടിയത്. ഇതിൽ ഡിസംബർ 2-ന് 3 സെന്റിമീറ്ററും 3-ന് 5 സെന്റിമീറ്ററും മഴ ശരാശരി കിട്ടി. നേരത്തെ തന്നെ ഈ വർഷം തുലാമഴയിൽ ശരാശരിയോ അതിൽ കൂടുതലോ ലഭിക്കുമെന്ന് IMT പ്രവചിച്ചിരുന്നു. അതേസമയം അറബിക്കടലിന്റെ കിഴക്കൻ മധ്യമേഖലയിൽ എത്തിയ ഫെയ്ഞ്ചലിന്റെ അവശേഷിക്കുന്ന ഭാഗം ഇന്നലെ രാവിലെ ന്യൂനമർദ്ദമായി ദുർബലമായി. പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുന്ന ന്യൂനമർദ്ദം ഇന്ന് രാവിലെയോടെ കൂടുതൽ ദുർബലമാകും. അപ്പം ആ ഒരു പ്രതിസന്ധി ഇപ്പം കഴിഞ്ഞു രീതിക്കാണ് പറയുന്നത്. അപ്പം കാരണം കുറച്ച് ദിവസമായിട്ട് വലിയ രീതിയിൽ തമിഴ്നാട്ടില് വലിയ ദുരന്തമാണ് അവിടെ ഇത് ഫെങ്കൽ ചുഴലിക്കാറ്റ് വഴി ഉണ്ടായതും. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ടൂറിസം മേഖലകളെല്ലാം അടച്ചായിരുന്നു. നല്ല മഴയായിരുന്നു 2-3 ദിവസം. അപകടങ്ങളൊന്നും വരാതിരിക്കാനുള്ളൊരു മുൻകരുതൽ. അപ്പൊ ഇനിയിപ്പോ അതൊക്കെ അങ്ങ് മാറി കിട്ടുമായിരിക്കും. അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ ഫെങ്കൽ ചുഴലിക്കാറ്റ് എന്താണെങ്കിലും ദുർബലമായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം മഴയില്ല, എന്നാലും നമ്മള് ശ്രദ്ധിക്കുക അല്ലേ. നമുക്ക് അറിഞ്ഞൂടെ എന്താണ് ഇനി വരുന്നതെന്നുള്ളത്. മഴയുടെ അവശേഷിപ്പുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെയോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.